നമസ്കാരം, പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. അവർ പുറമേ കാണിക്കുന്ന കാര്യങ്ങളാണോ അവരുടെ ഉള്ളിലുള്ളത്, അതല്ല അവർ നിങ്ങളറിയാതെ എന്തെങ്കിലും ഒരു സീക്രട്സ് അവർക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗും ആണ്. നിങ്ങളിത് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നത്. അതുപോലെ റെസനേറ്റ് ആവുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, മറ്റുള്ളവ വിട്ട് കളയുക. അപ്പം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. Ace of Cups, Page of Cups, Seven of Cups, Two of Swords, the Tower, Ten of Wands, Two of Cups, Six of Cups, Ten of Pentacles, Empress, Knight of Pentacles, Temperance, the Hierophant, Queen of Cups, Six of Swords, the Magician, Eight of Swords, Eight of Pentacles. ഇവിടെ വരുന്ന ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അവർ രണ്ട് കാര്യങ്ങളെ അറ്റ് എ ടൈം മാനേജ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കാണുന്നതും. അതായത് അവർക്ക് രണ്ട് കാര്യങ്ങൾ, നിങ്ങളും നിങ്ങളുടെ തേർഡ് പാർട്ടിയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ഉള്ളിൽ കാണുന്നുണ്ട്. അതുപോലെ അവർക്കൊരു വലിയ ഒരു ടാസ്ക് ആണ്. അത്രയും ബുദ്ധിമുട്ടിയാണ് അവരത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതും. അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ട്രൂ ലവ് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അതായത് നിങ്ങളെ അവർ അത്രയും സ്നേഹത്തോടെ, ഒരുപാട് കപ്സ് എനർജിയാണ്, കൂടുതലും ഇവിടെ കപ്പാണ് വന്നിരിക്കുന്നത്, കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. അത്രയും നിങ്ങളെ വൺ ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്സും ടു ഓഫ് കപ്സ്, അങ്ങനെയുള്ള എല്ലാ സിക്സ് ഓഫ് കപ്സ്, ഇങ്ങനെയുള്ള എല്ലാ കപ്സ് എനർജിയും, അതായത് വളരെ പോസിറ്റീവായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ വരുന്ന കപ്സ് എനർജി എല്ലാം തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനർത്ഥം അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അത്രയും സ്നേഹമുള്ള ഒരു എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു തണുപ്പ് വരുന്ന ഒരു ഫീലാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ അവരുടെ ലൈഫിൽ അവർ ഒരേ സമയം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന മറ്റേ കാര്യം, അതായത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നതിന് ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. അവർ മേ ബി ആ ഒരു സിറ്റുവേഷനെയും ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിനകത്തുനിന്ന് ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു എനർജിയാണ്. അതിൻ്റെ കാരണം അത് അവരുടെ ഫാമിലി ആണെന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. അവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യുന്നതിൽ അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി, കുറച്ച് പേർക്ക് അങ്ങനെയുണ്ട്, അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിങ്ങളുടെ തേർഡ് പാർട്ടിയിലേക്ക് പോയ കുറച്ച് വ്യക്തികളുടെ എനർജി കാണാം. ചില ആളുകൾക്ക് രണ്ടും അറ്റ് എ ടൈം അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതും ആ ഒരു വ്യക്തിയുടെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഫാദർ അല്ലെങ്കിൽ മദർ, അവരുടെ കുറച്ച് മുതിർന്നിട്ടുള്ള ആളുകൾ, സഹോദരങ്ങളാകാം, അങ്ങനെയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എനർജി കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്.
അപ്പം അതുപോലെ ചില ആളുകൾക്ക് അതൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആകും. 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നതുകൊണ്ട് അവർ കുറച്ചുകൂടി അവരുടെ കരിയറിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടും കാണുന്നുണ്ട്. അതായിരിക്കാം അവരുടെ തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ വരുന്നത്. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ മാറ്റി നിർത്തി അവർ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും ബുദ്ധിമുട്ടി ഒന്ന് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒരു കാര്യം അവർ ഒരുവിധം അതൊക്കെ ഒന്ന് ഫിനാൻഷ്യൽ ആയാലും ഒക്കെ സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അതായത് ഒരു ടവർ കെട്ടി ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷെ അതിന്റെ മുകളിൽ തന്നെ ഒരു ഇടിമിന്നലേറ്റ് ആ ടവർ, അതായത് ആ ഒരു ബിൽഡിങ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോകുന്ന ഒരു എനർജി. അതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ ലൈഫിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത്. അവരുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ അത്രയും ട്രസ്റ്റ് ചെയ്തിരുന്ന, അവരെ ഒരിക്കലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു തേർഡ് പാർട്ടിയിൽ നിന്നാണ് ഇത്ര വലിയ ഒരു തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നത്. അപ്പൊ അതിന്റെ ഒരു പെയിൻ, ആ ഒരു പെയിനാണ് അവരിപ്പം ആ ഒരു പെയിൻഫുൾ ആയ സ്റ്റേജിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ടേക്ക് നടന്നു പോകണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. എന്നാൽ ആ സമയത്ത് അതിനകത്തുനിന്ന് പോകാനുള്ള ഒരു അനുമതി, അതായത് ഡിവൈൻ്റെ ഒരു അനുമതി അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയും. അത് അവരുടെ ലൈഫിലുള്ള ഒരു കാർമിക് ആണ് അവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അത് എന്ത് തേർഡ് പാർട്ടി ആയാലും അവരുടെ കാർമിക് ആണ് ഇപ്പോൾ അവരുടെ കൂടെ ഉള്ളത്. അപ്പോൾ അത് കൂടുതൽ അല്ലെങ്കിൽ മുഴുവനായിട്ടും അവർ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള പൂർണ്ണമായുള്ള ഒരു വിമോചനം നേടുകയുള്ളൂ. അതായത് ഇവിടെ 8 ഓഫ് സോർട്സ് ആണ്. 8 ഓഫ് സോർട്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ അവരിപ്പം നിൽക്കുന്ന പ്രസന്റ് കണ്ടീഷനിൽ അവരെ വലിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ഒന്ന് അതായത് അതിൽ നിന്ന് രക്ഷപ്പെടുവോ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാം. എന്നാൽ ആ കെട്ടൊന്ന് അഴിയേണ്ട ഒരു താമസമേ ഉള്ളൂ. അത് ഒരു ഡിവൈൻ ടൈമിൽ നടക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് അവരുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ വന്നിരിക്കുന്നത്. ടെമ്പറൻസ് കാർഡ് വരാനുള്ള കാരണം അതാണ്. അതായത് ഡിവൈൻ്റെ ഒരു ഇന്റർവെൻഷൻ, ഡിവൈൻ്റെ ഒരു ടൈം വേണം. ഒരു ക്ഷമയോടെ അവർ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് ക്ഷമയോടെ കാത്തിരിക്കുന്ന, എല്ലാം ഒരു ദൈവത്തിനെ വിളിച്ച് സമർപ്പിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ചോയ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സെലക്ട് ചെയ്ത ഒരു തീരുമാനം വളരെ തെറ്റായി പോയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ മാറ്റി നിർത്തി അവരുടെ ഏത് തേർഡ് സിറ്റുവേഷനിലേക്ക് പോയാലും അത് അവർക്കൊരു സക്സസ് കൊടുത്തിട്ടില്ല എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മുഴുവൻ വരുന്നത് കപ്സ് കാർഡുകളാണ്. അത്രയും പോസിറ്റീവായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അതായത് അത്രയും സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന ഡിവൈനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ അതേപടി ഈ ഒരു പേഴ്സണിലേക്ക് പകർന്നു കൊടുത്തിരുന്നു. അത്രയും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവരെ നർച്ചർ ചെയ്തത്, നിങ്ങൾ അവരെ കെയർ ചെയ്തത്, നിങ്ങൾ അവരെ പാമ്പർ ചെയ്തത് അത്രയും ലവബിൾ ആയിട്ട് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു മദർ എനർജിയിൽ നിന്നിട്ട്, ഇപ്പം സ്ത്രീകളാണെങ്കിൽ അങ്ങനെ അതല്ല, പുരുഷന്മാരാണെങ്കിലും ഒരു അമ്മയായിട്ട് ലൈക്ക് ഒരു മദർ ഫിഗർ ആയിട്ടാണ് അവർക്ക് നിങ്ങളെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും നിങ്ങൾ അവരെ അഡ്മയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മദർ എനർജി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുട്ടികൾ എന്തു ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു ന്യായം കണ്ടുപിടിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം തെറ്റുകൾ എന്ന് പറയുന്നത് കണ്ടാൽ പോലും ഒരു ചെറിയ ഒരു ശാസനയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെന്നാൽ അവിടെ ഒട്ടും ആ ഒരു സ്നേഹം കുറയാത്ത അത്രയും ഇഷ്ടത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കരുതുന്നത് അങ്ങനെയാണ്. എന്ത് തെറ്റ് ചെയ്താലും എത്ര വേദനിപ്പിച്ചാലും ഇവിടേക്ക് തിരിച്ചു വന്നാൽ ഈ ഒരാള് അങ്ങനെ അത് ക്ഷമിച്ച് നിങ്ങളിവരെ വീണ്ടും കൂടെ ചേർക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ റിലേഷനിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത് വീണ്ടും ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെ അവർ ഒരുപാട് ആളുകളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിയിലുള്ളവരോടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഗുരു എന്ന് പറയുന്ന ഒരു അഡ്വൈസർ എന്ന് പറയുന്ന കുറച്ച് മുതിർന്നു നിൽക്കുന്ന ആളുകളോടൊക്കെ അവരത് ഡിസ്കസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ പറ്റുമോ, വരുത്താൻ കഴിയുമോ എന്നൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. കാരണം അത്രയും അവർക്ക് നിങ്ങളോടുള്ള നിങ്ങളെ മിസ്സിങ് ആണ്. ഈ ഒരു ഭാഗം നമുക്ക് നിങ്ങളുടെ ഒരു
നിങ്ങളോടുള്ള ഫീലിങ്സ് ആണെങ്കിൽ ഇത് അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ബുദ്ധിമുട്ടി ഒരാൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ബുദ്ധിമുട്ടിലാണ് അവർ നിൽക്കുന്നതെന്ന് പറയാം. ഇത്രയും ഒരു എന്തൊക്കെ അവിടെ നിന്ന് നേട്ടം കിട്ടിയാലും അവരുടെ തേർഡ് സിറ്റുവേഷനിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഒക്കെ ഉണ്ടാവാം. പക്ഷേ എന്ന് പറഞ്ഞാലും അതിനകത്ത് അവർക്കൊരു എപ്പോഴും വരുന്നത് ഒരു ലാക്കിന്റെ എനർജിയാണ്. അത് നിങ്ങളുടെ ഒരു ലവാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിന്നപ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കിയത് എന്നുള്ള ഒരു മെസ്സേജ് ഈ ഒരു കാർഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അവര് തീർച്ചയായിട്ടും തിരികെ വരണമെന്ന് അവർ നിങ്ങളെ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ഒരു അമ്പലങ്ങളിൽ പോയിട്ടായിരിക്കാം, പള്ളികളിൽ പോയിട്ടായിരിക്കാം, അവരെപ്പോഴും പ്രാർത്ഥനയിലൊക്കെ നിങ്ങളെ തിരിച്ചു വേണം, നിങ്ങളുടെ കൂടെ ഇനിയൊരു അവസരങ്ങൾ തരണം, അല്ലെങ്കിൽ അതും കൂടി കിട്ടണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജി ആയിട്ടാണ് ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ വരുന്നത്. നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആകുന്നത് എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 1 ഉണ്ട്, 2, 5, 6, 10, 7, 2, 3 ആൻഡ് അഗെയിൻ 1, 6, 8 റിപ്പീറ്റഡ് ആണ്. 14, 16 ആൻഡ് 10, 13 എന്നുള്ള 12, 11 എന്നൊക്കെയുള്ള നമ്പറുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന നമ്പറുകൾ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളായിരിക്കാം, കണ്ടുമുട്ടിയ ദിവസങ്ങളായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബർത്ത് ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണക്ട് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, ബാക്കിയുള്ളത് വിട്ട് കളയുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.